സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാ എന്നിവയൊക്കെ നൽകി എന്റെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ രാവിലെ നല്ല അടിപൊളി ഡ്രസ് ഇട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. എല്ലാ വർഷവും നമ്മൾ ഫാമിലി എവിടെയെങ്കിലും ഒക്കെ വെച്ച് കൂടാറുണ്ട്. അങ്ങനെ ഈ വട്ടം അത് പൂവാറായിരുന്നു. ഈ വട്ടത്തെ പരിപാടി പൂവാറിലുള്ള ഒരു ബീച്ച് സൈഡ് റിസോർട്ടിലായിരുന്നു. നമ്മൾ പരിപാടി കണ്ടക്ട് ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഒരു സൈഡ് കടലും ഒരു സൈഡ് പൂളും. സംഭവത്തിന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഞാനാണ് ആങ്കറിങ് ചെയ്യുന്നത്. അത് സഹിക്കാൻ വയ്യെങ്കിട്ടാണോ എന്നറിയില്ല, വന്നപ്പോ തന്നെ പിള്ളേരെല്ലാം കൂടെ പൊളിച്ചാടി. അങ്ങനെ ആങ്കറിംഗ് ഒക്കെ മാറ്റി വെച്ച് ഞാൻ എന്റെ പണികൾ ചെയ്യാൻ തുടങ്ങി. ആദ്യമേ ഞാൻ സെമി ക്ലാസിക്കൽ ഡാൻസ് ആണ് കളിച്ചത്. സത്യം പറഞ്ഞാൽ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ കൂടി ഞാൻ എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചു. ശേഷം എന്നെ കട്ടി ഫാൻ ബേസ് ഉള്ള എന്റെ അമ്മയെ ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ എന്നോട് പിണങ്ങും. ആൻഡ് മീറ്റ് മൈ കസിൻ അനു. പിന്നെ ഞാൻ 2 പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ എന്റെ ഫാമിലിനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി, അല്ലെങ്കിൽ അവരൊക്കെ പിണങ്ങും. സത്യം പറഞ്ഞ ഇന്നത്തെ ഡേ എനിക്ക് ഇരിക്കാൻ കൂടി പറ്റിയിട്ടില്ല. ഫുൾ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പിള്ളേർ എന്റെ അടുത്ത് നിന്ന് തന്നെ മാറുന്നില്ല. എന്ത് പറ്റിയോ എന്തോ. അങ്ങനെ കാത്തിരുന്ന് ഈ ദിവസത്തിന്റെ മെയിൻ സെഗ്മെന്റ് ആയ ഫുഡ് അടി വന്നു. ലഞ്ചിന് ശേഷം ഇനിയും കാര്യപരിപാടികളുണ്ട്. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. നോ മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് കസിൻ ഗോവിക. ആക്ച്വലി എന്നെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ആ റിസോർട്ട് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റേജിന്റെ പരിസരത്തിൽ നിന്ന് തന്നെ മാറിയിട്ടില്ല. ഇനി അടുത്ത വർഷം അരുണാസ് ടൈം എന്ന് പറഞ്ഞ ഒരു ടൈം വെക്കണം. എന്നാലും ഈ ആങ്കറിംഗ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. പൂള് കണ്ടിട്ട് ചാടണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് കാല് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി. എന്തായാലും അടുത്ത വട്ടം ഇത് നമ്മൾ സെറ്റാക്കും. ഒരു കടുത്ത അല്ലു അർജുൻ ഫാൻ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 പാട്ട് ഞാൻ അല്ലു അണ്ണനെ സമർപ്പിച്ചു. അതിനുശേഷം അങ്ങനെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വൈകിട്ടായി. ഇനി സ്പോർട്സും ഗെയിംസും ഒക്കെയാണ് അടുത്ത പരിപാടികൾ. എനിക്ക് കഴിവിനുപരി അതിനൊന്നും ആരോഗ്യമില്ലാത്തത് കൊണ്ട് ഞാൻ അതിനിറങ്ങിയില്ല. പക്ഷെ എന്റെ ജോലിയായ ആങ്കറിങ് ഞാൻ വീണ്ടും ചെയ്തു. ആദ്യം തന്നെ വടംവലിയായിരുന്നു. സത്യം പറഞ്ഞ ആണുങ്ങളെ വില കളഞ്ഞുകൊണ്ട് 2 വട്ടവും പെമ്പിള്ളാരാണ് ജയിച്ചത്. എങ്ങനെയെങ്കിലും വ്ളോഗിൽ ക്ലിപ്പ് തയ്ക്കാൻ നോക്കുമ്പോൾ ഒരാളെ വൈറലാക്കി കൊടുക്കണമെന്ന്. പിന്നെന്താ, ഞാൻ വൈറലാക്കി തരാം. അങ്ങനെ ഈ വർഷത്തെ പരിപാടി അങ്ങനെ സന്തോഷകരമായി അവസാനിക്കുന്നു. പക്ഷേ ഇത്രയും നേരം നമ്മൾ ഇത്രയും വലിയ റിസോർട്ടിൽ ഉണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ ബീച്ചിലേക്ക് പോയതാണ്. എൻ്റെ ഈ വീഡിയോയുടെ പുറകിൽ കാണുന്നതെല്ലാം എൻ്റെ കസിൻസ് ആണ്. എന്നിട്ട് അതിൻ്റെ നേരെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ആ റിസോർട്ട്. ശരിക്കും പറഞ്ഞാൽ ശംഖുമുഖവും വർക്കലയൊക്കെ കാട്ടി എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു. കാരണം ആളും ബഹളോ ക്രൗഡോ ഒന്നുമില്ല. നമ്മൾ ഫാമിലി മാത്രം നല്ല പീസ്ഫുൾ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിൽ വന്ന സമയം അതിനേം കാട്ടി അടിപൊളിയായിരുന്നു. ക്ലൗഡ്സ് ഒക്കെ കാണാൻ ഒരു രക്ഷയില്ലായിരുന്നു, അത്രയ്ക്ക് അടി. അങ്ങനെ ബീച്ച് എക്സ്പ്ലോറേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഈ വർഷത്തെ പരിപാടി കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ബൈ.